ഷാമിലി, ഗുഡ് ഈവനിങ് ഷാമിലി, എങ്ങനെയുണ്ട് ഇപ്പോൾ? നമസ്കാരം. ഹെൽത്ത് ഓക്കെ ആയി വരുന്നു. പെയിനുണ്ട്, സ്വെല്ലിംഗ് ഒക്കെ നല്ലപോലെ ഉണ്ട്. ഫുഡ് കഴിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. കുഞ്ഞിൻ്റെ കാര്യങ്ങളൊന്നും നോക്കാൻ പറ്റുന്നില്ല. മെൻ്റലി ഭയങ്കര വീക്കായിരുന്നു. മെൻ്റലി തകർന്ന ഒരവസ്ഥയായിരുന്നു. പക്ഷെ ഇപ്പോൾ ഓക്കെ ആയി വരുന്നു. ഈ വാർത്ത കേട്ടപ്പോൾ എനിക്ക് പോലീസ് കസ്റ്റഡിയിലെടുത്തത് കാണുമ്പോൾ കുറച്ച് ആശ്വാസമാവുന്നുണ്ടോ? തീർച്ചയായും കുറച്ചല്ല, എനിക്ക് നീതി ലഭിച്ചു എന്നുള്ള വളരെയധികം ആശ്വാസം എനിക്കുണ്ട്. വളരെയധികം സന്തോഷമുണ്ട്. ഷാമിലി, ഇതിനിടയിൽ ഇയാളുമായി ബന്ധപ്പെട്ട ചില ആളുകളൊക്കെ പറയുന്നതും മുൻകൂർ ജാമ്യ ഹർജിയിലൊക്കെ പറയാൻ പോകുന്നതായിട്ടുള്ള ഒരു കാരണം പറയുന്നത് ഷാമിലി തല്ലാൻ ചെല്ലുമ്പോൾ ഞാൻ തടുക്കുക മാത്രമാണ് ചെയ്തത് എന്ന ഒരു വാദമാണ് ഇയാൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഓക്കെ, ഇതിനെക്കുറിച്ച് എനിക്ക് ഒന്നും പറയാനില്ല. കാരണം അത് അവരുടെ ഡിഫൻസാണ്. കോടതിയിൽ അവരത് തെളിയിക്കട്ടെ. എൻ്റെ കാര്യം, എൻ്റെ പാർട്ട് ഞാൻ എൻ്റെ പരാതിയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പരാതി തന്നെയാണ് അവർ അതിന് ബെയിൽ ആപ്ലിക്കേഷൻ്റെ കൂടെ അവരുടെ തെളിവായിട്ട് ഹാജരാക്കിയത്. അത് തന്നെ എൻ്റെ പരാതി സത്യസന്ധമാണെന്ന് അവർ തന്നെ അത് സമ്മതിച്ച് കഴിഞ്ഞു. അതുകൊണ്ടാണ് അവർ എൻ്റെ പരാതി തന്നെ അവരുടെ തെളിവായിട്ട് ഹാജരാക്കിയത്. ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. കോടതിയുടെ തീരുമാനം എന്തു തന്നെ ആയാലും ഞാനത് അംഗീകരിക്കുന്നു. എനിക്കിപ്പോൾ തന്നെ നീതി ലഭിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ അവസരത്തിൽ എനിക്ക് എല്ലാവരോടും നന്ദി മാത്രമേ പറയാനുള്ളൂ. ഷാമിലി, ഈ ഷാമിലിയുടെ സുഹൃത്തുക്കളോ അതല്ലെങ്കിൽ ഇത് കണ്ടവരോ ഷാമിലിക്ക് അനുകൂലമായിട്ട് തന്നെ മൊഴി പറയില്ലേ കോടതിയിൽ? കാരണം ഇതൊരു സീനിയർ അഭിഭാഷകനാണ്. നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തപ്പോൾ പോലും ബാർ കൗൺസിലിലെ ചില അംഗങ്ങളൊക്കെ ഇയാൾക്ക് അനുകൂലമായിട്ട് നിലപാടെടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പോലീസ് ആ സമയത്ത് തന്നെ അറസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം വേണമെങ്കിൽ അവിടെ ഉണ്ടായിരുന്നു. അത് ഒഴിവാക്കി കൊടുത്തത് പോലും ഇയാളുടെ സ്വാധീനശേഷിയാണ്. അതിനെക്കുറിച്ചൊന്നും എനിക്കിപ്പോൾ ഈ അവസരത്തിൽ, കാരണം കോടതിയുടെ പരിധിയിലിരിക്കുന്ന കാര്യമാണ്, എനിക്ക് അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഈ പറഞ്ഞ ബാർ അസോസിയേഷൻ, ബാർ കൗൺസിൽ എൻ്റെ കൂടെ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് അവർ ഇത്രയും പെട്ടെന്ന് ആക്ഷൻ എടുത്തത്. അത് തന്നെ എനിക്ക് ലഭിച്ച നീതിയാണ്. എല്ലാവരും എൻ്റെ കൂടെ നിന്നിട്ടേ ഉള്ളൂ. എനിക്ക് ഈ അവസരത്തിൽ കേരള പോലീസിൻ്റെ അന്വേഷണം ഒളിവിൽ കഴിയാൻ കഴിഞ്ഞത് ഇയാളുടെ ഈ സ്വാധീനമുള്ളത് കൊണ്ട് ആണെന്ന് വിശ്വസിക്കുന്നുണ്ടോ ഷാമിലി? അതിനെക്കുറിച്ചൊന്നും എനിക്ക് ഒരു അഭിപ്രായവും പറയാനില്ല. അന്വേഷണത്തിൽ ഞാൻ പൂർണ്ണ തൃപ്തയാണ്. കൂടെ നിന്ന് എല്ലാവർക്കും നന്ദി, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, താങ്ക് യു ഷാമിലി. എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം ബെയിലിൻദാസിന് അർഹിക്കുന്ന ശിക്ഷ തന്നെ ലഭിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം. ഒറ്റ കാര്യം കൂടി, ഷാമിലി നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞത് ഞാൻ കേട്ടത്, ഷാമിലിയുടെ ആഗ്രഹം പരമാവധി അയാളുടെ യൂണിഫോം വക്കീൽ കുപ്പായം അഴിച്ചു വെക്കുന്നത് കാണണം എന്നാണ്. അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ടോ ഷാമിലി? അതെ, ഇപ്പോൾ തന്നെ നമ്മുടെ ബാർ അസോസിയേഷൻ, ബാർ കൗൺസിൽ എടുത്ത തീരുമാനത്തിൽ 6 മാസത്തിന് സസ്പെൻഡ് ചെയ്തേക്കുവാണ്. ഒരു കോടതിയിലും കയറാൻ പറ്റില്ല. അത് തന്നെ എനിക്ക് ലഭിച്ച നീതിയാണ്. വക്കീൽ കുപ്പായം അഴിച്ചു വെച്ചു എന്നുള്ളതാണ്. പിന്നെ ഈ കേസ് ഇനി കോടതിയുടെ പരിഗണനയിലാണ്. കേസ് അന്വേഷണം നടക്കും. വക്കീലായിട്ട് വാദിച്ച അതേ കോടതിയിൽ തന്നെ പ്രതി കൂട്ടി നിൽക്കാന്ന് പറഞ്ഞാൽ ഇതിൽ കൂടുതൽ നീതി എനിക്കിനി ലഭിക്കാനില്ല. ഇനിയിപ്പോൾ കേസിൻ്റെ വിധി എന്തോ ആയിക്കോട്ടെ, ബെയിൽ ആപ്ലിക്കേഷൻ എന്തോ ആയിക്കോട്ടെ, അതിലൊന്നും എനിക്ക് ഇതുവരെ നടന്ന അന്വേഷണത്തിലൊന്നും യാതൊരുവിധ പരാതിയുമില്ല. വക്കീൽ കുപ്പായമിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി വാദിച്ച ആൾ അതേ കോടതിയിൽ പ്രതിക്കൂട്ടി നിൽക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ പരം എനിക്കിനി ഒരു നീതി ലഭിക്കാനുണ്ടോ എന്നെനിക്കറിയില്ല. മറ്റൊന്നും എനിക്ക് അവസരത്തിൽ പറയാനില്ല. താങ്ക് യു ഷാമിലി. എന്തായാലും വേഗം ഭേദമാവട്ടെ ശാരീരിക അസ്വസ്ഥതകളെല്ലാം. ഒപ്പം തന്നെ ഷാമിലി ആഗ്രഹിക്കുന്നത് പോലെ നീതിയും ഉറപ്പാക്കാൻ സാധിക്കട്ടെ.